സന്തോഷം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള മലയാളി സഹോദരങ്ങളുണ്ട്. വിവിധ രാജ്യങ്ങളിൽ മലയാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകാറുണ്ട്. എന്നാൽ മറ്റ് ഈ ഉള്ളവൻ സന്ദർശിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മലേഷ്യയിലെ നിങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള മാനസികമായ സന്തോഷത്തിന് മറ്റൊരു കാരണമാണ്. ഏത് വിദേശ രാജ്യങ്ങളിൽ ആളുകളുമായി അഭിസംബോധന ചെയ്യുമ്പോഴും അവർ വിദേശികളാണ്, ആ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതേ അവസരത്തിൽ മലേഷ്യയിലെ എവിടെയുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഈ നാട്ടുകാരാണ്, മലേഷ്യക്കാരാണ്. നിങ്ങളുടെ പൂർവികരായ ആളുകൾ, നിങ്ങളുടെ പിതാക്കളുടെ പിതാക്കളൊക്കെയായി കേരളത്തിൽ നിന്ന് മലേഷ്യയിൽ വന്ന് ഇവിടത്തുകാരായി മാറുകയും ഇവിടുത്തെ സിറ്റിസൺസായി, ഇവിടുത്തെ പൗരന്മാരായി, ഇവിടെയുള്ള ആളുകളായി മാറിയ, എന്നാൽ മലയാളം നന്നായി സംസാരിക്കുന്ന, അതുപോലെ തന്നെ മലേഷ്യൻ ഭാഷയായ മലായി നന്നായി കൈകാര്യം ചെയ്യുന്ന ആ രൂപത്തിലുള്ള ഒരു സദസ്സുമായി ആദ്യമായിട്ടാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന UAE-യിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തറിലാകട്ടെ, ബഹ്റൈനിലാകട്ടെ, കുവൈത്തിലാകട്ടെ, ഒമാനിലാകട്ടെ, ഏത് രാജ്യങ്ങളിൽ പോയാലും അവിടെയൊക്കെയുള്ള മലയാളികൾ, അവിടെ ജോലി ആവശ്യാർത്ഥം വരുന്ന മലയാളികളായ കേരളക്കാർ തന്നെയാണ്, ഇന്ത്യൻ പാസ്പോർട്ടുള്ളവരാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മലയാളികളാണ്, മലയാളം സംസാരിക്കുന്നു, എന്നാൽ മലേഷ്യൻ പൗരന്മാരാണ്, മലേഷ്യക്കാരാണ്, മലായി സംസാരിക്കുന്നവരാണ്. എന്നാൽ പൂർവികരിൽ നിന്ന് മനസ്സിലാക്കിയ മലയാളവും നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വളരെയേറെ സൗകര്യവുമാണ്. അല്ലാഹുവിന്റെ മഹത്തായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു നാടാണ്. നല്ല കാലാവസ്ഥ, നല്ല രൂപത്തിലുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ്, അതുപോലെ തന്നെ എപ്പോഴും ഇടയ്ക്കിടെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം, ധാരാളമായി പള്ളികളും അതുപോലെ തന്നെ കേന്ദ്രങ്ങളും ഒക്കെയുണ്ട്. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് അതിന് യാതൊരു നിലക്കുള്ള വിരോധങ്ങളുമില്ലാതെ തന്നെ മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ മലേഷ്യൻ ഗവൺമെന്റ് അതിനു വേണ്ട രൂപത്തിലുള്ള ഇസ്ലാമികമായ മതസ്ഥാപനങ്ങളും അതുപോലെ തന്നെ പള്ളികളുമൊക്കെ ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഒരു രാജ്യത്തിന് അത്രയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ബാധ്യത, നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മാർഗദർശനത്തിന് വേണ്ടി അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് ലോകത്ത് എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ഒരു ഖുർആനാണ്. ആ ഖുർആൻ മനസ്സിലാക്കുവാൻ ആവശ്യമായ നിലക്കുള്ള പരിഭാഷകൾ ഇന്ന് ലോകത്ത് സുലഭമാണ്. ഇവിടെ മലായി ഭാഷയിലുള്ള ധാരാളക്കണക്കിന് പരിഭാഷകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഈ ഗ്രാമത്തിലുള്ള ഈ മഹത്തായ ലൈബ്രറിയിൽ ആളുകൾ എത്ര വരുന്നു എന്നതല്ല, ഇവിടെ നിന്ന് ഒരാൾ അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശ്രമം വിജയിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും കേന്ദ്രമായിരുന്ന മക്ക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് വളരെ കുറഞ്ഞ ആളുകളെ മുമ്പിൽ എത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ദഅവത്ത് ആരംഭിക്കുന്നത്. ദാറുൽ അർഖം എന്നറിയപ്പെടുന്നു ഇന്നും ചരിത്രത്തിൽ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ കൊച്ചു ഭവനത്തിൽ ഇരുന്നുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിലിരിക്കുന്ന മഹാന്മാരാകാൻ പോകുന്ന ആളുകൾ
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയത് ആളുകളെയല്ല, ഒരാളുടെയെങ്കിലും ഖൽബ് മാറിയെങ്കിൽ, ഒരാളെങ്കിലും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ആ ശ്രമം നമ്മുടെ കരം മുഖേന, നമ്മുടെ വാക്ക് മുഖേന, നമ്മുടെ പഠനം മുഖേന, നമ്മുടെ വായന മുഖേന, നമ്മുടെ അറിവ് മുഖേന ഒരാൾക്കെങ്കിലും സന്മാർഗത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നീ മുഖേന ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചാൽ, ഈ ഭൗതിക ലോകത്ത് നമുക്ക് കിട്ടാവുന്ന എല്ലാ വിഭവങ്ങളെക്കാളും ചരക്കുകളെക്കാളും ഏറ്റവും പ്രധാനമാണത് എന്ന് ആ ആശയം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേന്ദ്രം നിങ്ങൾ വളരെയേറെ ഉപയോഗപ്പെടുത്തണം. ഇത് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള ഒരു നിഅമത്താണ്. ഈ നിഅമത്ത് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ഇതാ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. മലയാള ഭാഷയിൽ പോലും നമ്മുടെ കേരളക്കരക്കാർക്ക് പോലും പരിചയമില്ലാത്ത തഫ്സീറുകൾ പോലും, അറബി തഫ്സീറുകൾ പോലും ഇന്ന് മലയാളി ഭാഷയിൽ സുലഭമാണ്. മലയാളക്കരയിൽ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഇന്ന് വരെ അവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒട്ടേറെ മഹത്തായ ഗ്രന്ഥങ്ങളുടെ ശേഖരം മലയാളി ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ടതായി ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഉദാഹരണം, തഫ്സീറുകളുടെ കൂട്ടത്തിൽ അറബി അറിയാവുന്ന ആളുകൾക്ക് മാത്രം നോക്കാൻ കഴിയാവുന്ന ഒരു തഫ്സീറാണ് തഫ്സീറുൽ ഖുർത്തുബി. തഫ്സീറുൽ ഖുർത്തുബിയുടെ മലയാളത്തിലുള്ള ഒരു പരിഭാഷ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ നിങ്ങളുടെ ഈ കുതുബ്ഖാനയിൽ, ഈ ഗ്രന്ഥശേഖരത്തിൽ തഫ്സീർ ഖുർത്തുബി മലയാളി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ, സഹീഹുൽ ബുഖാരി, അതുപോലെ തന്നെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, താരീഖിന്റെ കിതാബുകൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, വിശ്വാസ ഗ്രന്ഥങ്ങൾ, മഹാന്മാരുടെ അവരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് മലയാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടാത്ത ഗ്രന്ഥങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒട്ടേറെ കിതാബുകൾ മലയാളി ഭാഷയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഒരു നിഅമത്താണ്. നമുക്കൊക്കെ ഗ്രാഹ്യമാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ മുമ്പിൽ ഗ്രന്ഥങ്ങളുണ്ട്. ഇതിന് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം, ഇതിന് അല്ലാഹുവിനോട് നന്ദി ചെയ്യണം. ഈ പ്രദേശം, മലേഷ്യ എന്ന് പറയുന്ന ഈ പ്രദേശത്തിലെ, ഇവിടെ ഈ ഉളുത്തറാം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഈ രാജ്യത്ത് ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ രാജ്യത്ത് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത, ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒട്ടേറെ ആളുകളുണ്ട്. അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കൽ ഇത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ സന്ദേശം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരാണിന്റെയോ ഒരു പെണ്ണിന്റെയോ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമല്ല. എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മൾ ഇൽമു പഠിക്കണം, ആ ഇൽമു പറഞ്ഞു കൊടുക്കണം എന്നത്. ചില ആളുകൾക്ക് പലർക്കും പല കഴിവാനുണ്ടാവുക. ചില ആളുകൾക്ക് നന്നായി മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ കഴിയും, ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, അവർ ലേഖനം എഴുതും. ചില ആളുകൾക്ക് അത് രണ്ടിനും കഴിയില്ല. ഒരാളോട് മുമ്പിൽ കിട്ടിയാൽ ഇൻഡിവിജ്വൽ സംഭാഷണം, വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ സംസാരങ്ങൾ സാധിക്കും. ഇതിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു പ്രസംഗത്തെ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ വലിയ മാറ്റമായിരിക്കും രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുള്ള അവരുടെ പേഴ്സണൽ സംസാരങ്ങൾ, വ്യക്തിപരമായിട്ട് അവർ നടത്തുന്ന സംഭാഷണങ്ങളിലൂടെ ഇസ്ലാമിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വലിയ നേട്ടമാണ്. എങ്ങനെയാണ് ഒരാൾ നന്നാവുക നമുക്കറിയില്ല, നമുക്കറിയാൻ സാധ്യമല്ല. ഏത് സമയത്താണ് ഒരാൾ നന്നാവുക ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ബാധ്യതയുണ്ട്. എന്റെയും ബാധ്യതയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ധാരാ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുലഭമായി, എല്ലാവർക്കും മനഃപ്പാടമുള്ള കൊച്ചു അധ്യായം, ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്ന സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. നമുക്കൊക്കെ പരിചയമുള്ള സുഹൃത്താണ്. എന്താണ് അതിൽ അല്ലാഹു പറയുന്നത്? വൽ അസ്ർ, കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ചരിത്രങ്ങളും കാലത്തെ
ആകാശത്തിന്റെ എല്ലാം എടുത്ത് സത്യം ചെയ്തുകൊണ്ടെന്ന് പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ്. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അല്ലാഹു ഒരു മനുഷ്യന്മാരുടെ അല്ലാഹു നഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാവരും നരകത്തിലാണ്. പരലോക നഷ്ടമാണ് വലിയ നഷ്ടം. ഇവിടുത്തെ നഷ്ടം ഒരു നഷ്ടമല്ല. ഇവിടെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഏതാനും കൊല്ലങ്ങളുടെ ജീവിതമാണ്. ഇവിടെ സുഖം കിട്ടിയേക്കാം, സുഖം കിട്ടാതിരുന്നേക്കാം. പക്ഷെ അത് ആത്യന്തികമായി നമുക്ക് കിട്ടുന്ന ഗുണമോ പ്രതിഫലമോ ശിക്ഷയോ ഒന്നുമല്ല. മറിച്ച് നമുക്ക് പോകാനുള്ള ഒരു രാജ്യമുണ്ട്. നമ്മുടെ നാട് ഇതല്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, നിങ്ങൾ ഈ നാട്ടുകാരനാണ്, ഞാൻ ഇവിടേക്ക് പ്രവാസിയാണ്. എന്നാലോ നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വിദേശികളാണ്. എല്ലാവരും നമ്മൾ പ്രവാസികളാണ്, വിദേശികളാണ്. നമ്മൾ വന്നൊരു ലോകമുണ്ട്. നമ്മുടെ ഉമ്മാനും ഉപ്പാനും നമ്മൾ അങ്ങോട്ട് അയച്ചത് ആ ലോകത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോ പറഞ്ഞു, എന്നിൽ നിന്നുള്ള ഹിദായത്ത് മാർഗദർശനങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ അതിനെ നിങ്ങൾ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അതിനെ ആര് നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുവോ അവർക്ക് നരകശിക്ഷയുണ്ട്, അവരതിൽ നിത്യവാസികളായിരിക്കും. അപ്പൊ നമ്മൾ വന്നത് ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് എന്നും കഴിയാനുള്ളവരല്ല, പോകേണ്ടവരാണ്. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഓനേ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഓനേ ഈ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ദുനിയാവിൽ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ വിദേശിയാണ്. വിദേശിക്കുള്ള പ്രത്യേകത എന്താണ്? വിദേശി എപ്പോഴും അവന്റെ സ്വദേശത്തേക്ക് മടങ്ങണം എന്നാണ് അവന്റെ ചിന്ത. ഇവിടെ ഒന്നും ശാശ്വതമല്ല, ഇവിടുന്ന് പോകേണ്ടവനാണ് ഞാൻ എന്നാണ് അവൻ ആലോചിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ നമ്മളിവിടെ സ്വസ്ഥല്ല, ഇവിടെ ശാശ്വതമല്ല, നമുക്ക് തിരിച്ചു പോകണം. നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ് ഇങ്ങോട്ട് അള്ളാന്റെ അടുത്തേക്ക്. അള്ളാന്റെ വിളിയാണ് കിട്ടുമ്പോൾ മടങ്ങിപ്പോകണം. ആ മടങ്ങിപ്പോയിട്ട് അവിടെ കണക്കുകൾ ബോധിപ്പിക്കണം. ഇവിടെ എങ്ങനെ ജീവിച്ചു എന്ന കണക്ക് പറയണം. അതാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹുവിലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുന്നവരെ ദിവസത്തെ നിങ്ങൾ പേടിക്കണം. അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നാൽ ഓരോ മനുഷ്യരും എന്താണ് സമ്പാദിച്ചതെങ്കിൽ അതിനെ കുറിച്ചുള്ള കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കണക്ക് പറഞ്ഞ് അതിനുള്ള പ്രതിഫലം കിട്ടുമ്പോൾ അള്ളാഹ് ഒരാളെയും ദ്രോഹിക്കൂല. നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹ് നമ്മളെ ശിക്ഷിക്കൂല. നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു അമല് അള്ളാഹ് അറിയാതെ പോവില്ല. നമ്മൾ ഈ ലോകത്ത് ചെയ്ത ഒരാമലും അള്ളാഹ് അറിയാതെ പോവില്ല. കാരണം അള്ളാഹുവിന് ഉറക്കമില്ല, മയക്കമില്ല, ക്ഷീണമില്ല, മരണമില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള ലോകം അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. അവന്റെ കോടതിയിൽ കണക്ക് പറയണം. അവിടെ വെച്ച് ശരിക്ക് കാര്യങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തുമ്പോൾ അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നന്നായി ജീവിക്കണം. അതിനല്ല നമുക്ക് ഇറക്കി തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ കൊണ്ടേ മനുഷ്യൻ നന്നാവും. ഒരു മനുഷ്യന് നന്നാകാനുള്ള ഒറ്റമൂലി ചോദിച്ചാൽ എന്താ നമുക്ക് മറുപടി പറയാനുള്ളത്? ഖുർആൻ കൊണ്ടല്ലാതെ നന്നാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കുറിച്ച് വിചാരിക്കും അവരൊന്നും നന്നാവില്ല, അവനൊക്കെ എന്ത് തമ്മാടിയാണ്, ഏറ്റവും വലിയ ഗുണ്ടയാണ്, അവൻ ഏറ്റവും വലിയ മോശക്കാരനാണ്, ഇവനൊക്കെ ഇത് നന്നാവുമോ എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്നു. എന്നാൽ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കുക. ഈ ഗ്രന്ഥം എവിടെയാണ് ഇറങ്ങിയത്? പരിശുദ്ധ മക്കയിൽ. ഈ കിതാബ് പരിശുദ്ധ ഗ്രന്ഥം ഇറങ്ങിയത് പരിശുദ്ധ മക്കയിലാണ്. ആ പരിശുദ്ധ മക്കയിലെ ആളുകളുടെ സ്ഥിതി എന്തായിരുന്നു നമ്മൾ അറിയണം. ഖുർആൻ പറയുന്നു സൂറത്തുൽ ജുമുഅയിൽ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ചത് അക്ഷരജ്ഞാനമില്ലാത്തൊരു ജനങ്ങൾക്കിടയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുള്ള ആളുകളുടെ സ്ഥിതി എന്താണെന്ന് ഖുർആൻ പറയുന്നത്? ലഫീ വലാലിൽ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അവരുടെ വഴികേടിനെ പറ്റി വിശദീകരിച്ചാൽ തീരില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നബിയായി വരുന്ന കാലത്ത് ആ നാട്ടിലെ ആളുകളുടെ മോശത്തരങ്ങൾ പറഞ്ഞാൽ തീരില്ല. വിശ്വാസം എടുത്തു നോക്കിയാൽ അവർ പൂജിക്കുന്നത് ധാരാളക്കണക്കിന് ദൈവങ്ങളെയാണ്, ബിംബങ്ങളെ, അതുപോലെ തന്നെ മരിച്ചുപോയവരുടെ ഖബറുകളെ. ഈ രൂപത്തിൽ പലതിനെയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്ത് പോലും വിഗ്രഹങ്ങൾ, പരിശുദ്ധ കഅബയുടെ പുറത്ത് വിഗ്രഹങ്ങൾ. പരിശുദ്ധ കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവർ രണ്ടാളും പടുത്തുയർത്തിയ പരിശുദ്ധ കഅബ ശുദ്ധീകരിച്ചതാണ്. അവർ ശുദ്ധീകരിച്ച ആ കഅബയിൽ നിങ്ങൾ നോക്കണം ജനത്തിന്റെ തെമ്മാടിത്തം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജനങ്ങൾ തീരിട്ടത് എന്തിനാണ്? വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അവയോട് തേടരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അതേ ഇബ്രാഹിം നബിയെ പിൽക്കാലത്തുള്ള ജനങ്ങൾ ബഹുമാനിക്കാനെന്ന പേരിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനെതിരെ, ശക്തമായ ശിർക്കിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അതേ പ്രവാചകനെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തു? ആദരിക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തന്നെ വിൽപ്പുണ്ടാക്കി, ഇസ്മായിൽ നബി വിൽപ്പുണ്ടാക്കി. എന്നിട്ട് അത് കഅബയുടെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. എന്താ ധൈര്യം? എത്രയാണ് ജനങ്ങളുടെ തോന്നിയാസം? ആ ജനങ്ങളുടെ തോന്നിയാസം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. അത്ര വലിയ തമ്മാടികളാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ പേരിൽ തന്നെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവർ പടുത്തുയർത്തിയ കഅബത്തകത്ത് കൊണ്ടുപോയി തന്നെ വെച്ചു. എന്നിട്ട് യാത്ര പുറപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും? യാത്ര പുറപ്പെടുമ്പോൾ ഇവർ സമ്മതം ചോദിക്കുകയാണ് ഇബ്രാഹിം നബിയോട്. ഇസ്മായിൽ നബി അവർ വിശ്വസിക്കുന്നില്ല. ഇബ്രാഹിം ഇസ്മായിൽ രണ്ടാളുടെയും വിഗ്രഹന്റെ കഅബയുടെ അകത്ത്, കഅബക്കുള്ളിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹം വെച്ചിരിക്കുന്നു. രണ്ടാളുടെയും കൈകളിൽ ഒരു അമ്പിന്റെ ഉറയുണ്ട്. അമ്പുറാണെന്ന് മനസ്സിലായില്ലേ? അമ്പുകളിൽ കുറെ അമ്പുകൾ ഉണ്ടാവും. അതിൽ വെച്ചിട്ട് യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന, യോദ്ധാക്കൾ ഉപയോഗപ്പെടുത്തുന്ന അമ്പ് വെക്കാനുള്ള അമ്പ് ഉറയാണ്. അതിങ്ങനെ കയ്യിലുണ്ട്. അതിൽ എന്നിട്ട് 3 അമ്പുകോലുകൾ ഉണ്ടാവും. അതിൽ ഒന്നിൽ എഴുതിയിട്ടുണ്ടാകും ഇഫ്അൽ എന്ന് പറഞ്ഞാൽ ഡു, ചെയ്യുക, പ്രവർത്തിക്കുക. ലാ തഫ്അൽ, ലാ തഫ്അൽ, ചെയ്യരുത് എന്നാണ് അർത്ഥം. വേറൊന്നൊരു സിഫത്ത്, 0, ഒന്നുമില്ല. യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന, കച്ചവടത്തിന് ഉദ്ദേശിക്കുന്ന, ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിക്കുന്ന അന്നത്തെ ജാഹിലിയ്യ അറബി മുശ്രിക്കുകൾ കഅബയുടെ അകത്തേക്ക് കയറിയിട്ട് കണ്ണും ചുമ്മിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള അമ്പുറയിൽ നിന്ന് ഒരു അമ്പ് വലിച്ചു. എന്നിട്ട് നോക്കും, ഇഫ്അലാണ് കിട്ടിയത്. ഓ, യാത്ര വളരെ ശുഭമാണ്, നല്ലതാണ്, നല്ല യാത്രയാണ്, അതുകൊണ്ട് യാത്ര പോകാം. ലാ തഫ്അൽ എന്നാണ് കിട്ടിയത്, അവർ പോകൂല. 0 കിട്ടിയത്, 0 0 കിട്ടിയത്, എന്നാ പിന്നെ രണ്ടാമതും കൂടി നടക്കണം. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങളോട് കാര്യസാധ്യത്തിന് വേണ്ടി തേടിയിരുന്ന അത്രയും മോശപ്പെട്ട ഒരു ജനത. ലാത്തയോടും ഉസ്സയോടും അതുപോലെ തന്നെ തുണി ഉരിഞ്ഞവരെ പരിശുദ്ധ കഅബയുടെ ചുറ്റുഭാഗത്തും തവാഫ് ചെയ്തിരുന്ന ജനത. ആണും പെണ്ണൊക്കെ ഒരു നൂൽബന്ധം ശരീരത്തിലില്ലാതെ കഅബ തവാഫ് ചെയ്യാൻ. ഞാൻ അതൊക്കെ പറയുന്നതിനാണ്. നമ്മൾ വിചാരിക്കും ഈ നാട്ടിലൊക്കെ എങ്ങനെ നന്നാവണം. നമ്മൾ ഒരു നാടിനെ കുറിച്ച് പറയുന്നത്. ഏറ്റവും തെമ്മാടികളെ നന്നാക്കിയ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഏറ്റവും തെമ്മാടികളെ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് ലഫീ ദലാലിൽ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് ആ ജനത എന്ന്. അങ്ങനെയുള്ള ജനതയെ ഈ ഖുർആൻ മാറ്റിയിട്ടുണ്ട്. വിശ്വാസകാര്യം അങ്ങനെയാണെങ്കിൽ അവരുടെ മദ്യം എന്ന് പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് അവർ വിശ്വസിച്ചത്. ഒരാണാവണമെങ്കിൽ അതിരാവിലെ ഫജ്റിന്റെ മുമ്പ്, പ്രഭാതം പൊട്ടിവെടുക്കുന്നതിന്റെ മുമ്പ് നൊരഞ്ഞു പൊന്തുന്ന കള്ള് വാങ്ങി കുടിക്കാത്തവൻ ആദ്യമല്ല നാം കഴിയുന്നത്. എന്ന് പറഞ്ഞ് കള്ളിനെ വർണ്ണിച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി. അവർ ജീവിതത്തിൽ പറഞ്ഞു 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവനൊന്നും ഒരു മനുഷ്യനല്ല. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ 3W എന്നാണ് പറയുന്നത്. 3W: വാർ, വിമൻ ആൻഡ് വൈൻ. യുദ്ധം, വിമൻ, തേവിശികൾ, വേശ്യകളുമായി വ്യഭിചാരം, അതുപോലെ തന്നെ വൈൻ, കള്ള്. ഇങ്ങനെ 3 ഒരാളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ
യുദ്ധം എന്നും യുദ്ധമാണ്. നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് വാള് പുറയിൽ ഊരിയാൽ പിന്നെ ഒരാളുടെ ചോര തെറിപ്പിക്കാതെ വാള് പിന്നെ പുറയിലേക്ക് മടക്കൂല. നിസ്സാര കാര്യത്തിന് തർക്കം. എന്റെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ നിശ്ചയിച്ച വെള്ളത്തടാകത്തിൽ നിന്ന് അയൽക്കാരന്റെ ഒട്ടകം എന്റെ സമ്മതം കൂടാതെ ഒരു മുറുക്ക് വെള്ളം നാം മിണ്ടാപ്രാണി കുടിച്ചെങ്കിൽ അതിന്റെ പേരിൽ കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന പൊരിഞ്ഞ യുദ്ധം. എന്താ പ്രശ്നം? നിസ്സാരമായ പ്രശ്നം. അങ്ങനത്തെ ജനത, കള്ളില്ലാതെ പെണ്ണില്ലാതെ യുദ്ധമില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞൊരു ജനത, അങ്ങനെയുള്ള ജനതയെ ഈ ഖുർആൻ മാറ്റിയെടുത്തു. അവരാരായി ഈ കാലത്ത്? ഒരൊട്ടകം തന്റെ സമ്മതം കൂടാതെ തന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന്റെ പേരിൽ യുദ്ധം ചെയ്ത അറബി പരിശുദ്ധ ഖുർആൻ പഠിച്ചപ്പോൾ അവൻ ആരായി? എറുമൂക്ക് യുദ്ധക്കളം. അതാ സഹാബിമാര് പലരും വീട് കിടക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഒരു സഹാബി അപ്പോൾ മറ്റൊരു സഹാബി വെള്ളപാത്രം കൊണ്ടുവന്ന് കൊടുത്തു. വെള്ളം കൊടുക്കുകയാണ്. മരണത്തിന്റെ നേരത്ത് സഹാബിക്ക് വെള്ളം കൊടുക്കുമ്പോൾ ആ സഹാബിയതാ തൊട്ടപ്പുറത്തു നിന്ന് ഒരു ഞെരക്കം കേൾക്കുന്നു, ഒരു കരച്ചിൽ കേൾക്കുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ തന്റെ സഹോദരനാണ് മരണവേദനയിൽ കിടന്നു പടയുന്നത്. തന്റെ മുമ്പിലേക്ക് എത്തിയ ദാഹമുള്ള വെള്ളം കൊണ്ടുവന്നയാളോട് ഈ സഹാബി പറയുന്നു, എനിക്ക് വേണ്ട, അപ്പുറത്തേക്ക് കൊടുക്കൂ. ദാഹം മരണ നേരത്തെ എത്ര ദാഹം ഉണ്ടാവും? കഠിനമായ ദാഹം മരണനേരത്ത്. ആ നേരത്ത് കിട്ടിയ വെള്ളം കുടിക്കാതെ എനിക്ക് വേണ്ട എന്റെ സഹോദരന് കൊടുക്കൂ എന്ന് പറയാൻ മാത്രം, എനിക്ക് നല്ല ദാഹം ഉണ്ടായിട്ട് ആ വെള്ളം ദാഹം തീർന്നിട്ട് ബാക്കി വെള്ളം കൊടുക്കാനല്ല, മരണ നേരത്ത് തനിക്ക് കിട്ടിയ വെള്ളം കുടിക്കാതെ അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലും. അയാളുടെ അടുത്തേക്ക് വെള്ളപാത്രം കൊണ്ട് ചെന്ന് അയാൾ അപ്പുറത്തൊരാൾ കരച്ചിൽ കേൾക്കുമ്പോൾ രണ്ടാമത്തെ സഹാബിമാരൻ അങ്ങോട്ട് കൊടുക്കൂ, എനിക്ക് വേണ്ട. തങ്ങളെക്കാൾ മറ്റുള്ളവരെ അവർ സ്നേഹിച്ചു, സ്വന്തത്തെക്കാൾ അവർ മറ്റുള്ളവരെ സ്നേഹിച്ചു. ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായത്? ഈ മാറ്റം എന്തുകൊണ്ടുണ്ടായത്? ഈ ഖുർആൻ കൊണ്ടുണ്ടായത്. ഈ ഖുർആൻ കൊണ്ടാണ് ഉണ്ടായത്. വ്യഭിചാരമില്ലാതെ പറ്റില്ല, വ്യഭിചരിക്കാത്തവൻ ആണല്ല എന്ന് പാടിയ അറബി അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ തയ്യാറായി. എന്തേ മാറ്റം? ഈ ഖുർആൻ. കള്ളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അറബി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തെരുവോരങ്ങളിൽ അനസ് റളിയല്ലാഹു തആല ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഫഹല്ലംതും മുൻതഹൂൻ, നിങ്ങൾ മദ്യം ഒഴിവാക്കുന്നില്ലേ എന്ന് തുടങ്ങുന്ന എന്ന് അവസാനിക്കുന്ന ആയത്ത് മദീനയുടെ തെരുവീതികളിലൂടെ വിളിച്ചു പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഓരങ്ങളിലൂടെ മക്കയുടെ മദീനയുടെ എല്ലാ പ്രദേശങ്ങളുടെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല സഹാബിമാരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടപാടെ കപ്പിലെടുത്തതാണ് കുടിച്ചു തീർക്കട്ടെ എന്നെങ്കിലും അവർ വിചാരിച്ച. ചുണ്ടോടടുപ്പിച്ച പാനപാത്രം, കള്ളിന്റെ ചഷകം, ഫഹല്ലംതും മുൻതഹൂൻ എന്ന ആയത്ത് കേട്ടപ്പോൾ മരിച്ചത്. ഇനി എനിക്കത് വേണ്ട. സൂക്ഷിച്ചു വെച്ചിരുന്ന കള്ള് വീപ്പകളുണ്ട്, സൂക്ഷിച്ചു വെച്ച് ഉണ്ടാക്കിയ പിഴിഞ്ഞ കള്ളെങ്കിലും വിറ്റ് തീരട്ടെ, എന്നിട്ട് അള്ളാൻ അനുസരിക്കാമെന്ന് അവർ വിചാരിച്ചില്ല. വാളുകൊണ്ട്, കയ്യിലുണ്ടായിരുന്ന മഴുകൊണ്ട് കള്ള് സൂക്ഷിച്ച വീപ്പകൾക്ക് വെട്ടുകൊടുത്തു. സത്യം പറഞ്ഞാൽ മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിന്റെ ചാലുകൾ ഒഴുകി എന്നാണ് ചരിത്രം പറയുന്നത്. എന്താ ഈ മാറ്റം? മൂക്കറ്റം കുടിക്കാതെ ജീവിതം ആസ്വദിക്കാനാവില്ലെന്ന് പാടി പറഞ്ഞിരുന്ന അറബിയെ ഈ മാറ്റത്തിലേക്ക് നയിച്ചത് എന്തായിരുന്നു? ഈ ഖുർആനായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് തമ്മാടിയെയും, ഏത് മുശ്രിക്കിനെയും, ഏത് കാട്ടാളനെയും, ഏത് കരുണയില്ലാത്ത മനസ്സുള്ളവനെയും മാറ്റിയെടുക്കാൻ മാത്രം അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോ അങ്ങനത്തെ ജനതയെ ആദ്യകാലത്ത് മാറ്റിയത് ഈ ഖുർആനാണെങ്കിൽ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാചകം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ ഉമ്മത്തിന്റെ അവസാനം നന്നാവുകയില്ല. ഏതുകൊണ്ടല്ലാതെ? ഈ ഉമ്മത്തിന്റെ ആദ്യകാലം എന്തുകൊണ്ടാണോ നന്നായത്, അതുകൊണ്ടല്ലാതെ ഈ സമുദായത്തിന്റെ അവസാനവും നന്നാവൂല. ഈ ഉമ്മത്തിന്റെ ആദ്യം നന്നായത് എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ടാണ്. ഈ ഉമ്മത്തിന്റെ അവസാനം നന്നാകാൻ പോകുന്നത് എന്തുകൊണ്ടേ ഉള്ളൂ? ഖുർആൻ കൊണ്ടേ നന്നാവും. അതിനെന്ത് വേണം? പരിശുദ്ധ ഖുർആൻ പഠിക്കണം, പാരായണം പഠിക്കണം. ഒരു കാര്യം ആദ്യം പഠിക്കേണ്ടത് വായിക്കാനാണ് പഠിക്കേണ്ടത്.
എനിക്കൊരാളൊരു കത്തയച്ചാൽ ആ കത്തിൽ പറയുന്ന ആശയം എനിക്ക് മനസ്സിലാകണമെങ്കിൽ എനിക്കത് ആദ്യം വായിക്കാൻ അറിയണം. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കത്ത് വന്നാൽ വായിക്കാൻ അറിയില്ലായിരുന്നു. മാപ്പിള പെണ്ണുങ്ങൾക്ക് കത്തെഴുതിയാൽ, പെണ്ണുങ്ങൾ മാപ്പിളക്ക് കത്തെഴുതിയാൽ വായിക്കാൻ അറിയാവുന്ന ആളെ കൊണ്ട് വായിപ്പിച്ചിരുന്നൊരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലം പോയി നിലനിൽ വായിക്കാനല്ല. പക്ഷേ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ശരിയായിട്ടില്ല. ഖുർആൻ നന്നായി വായിക്കാൻ പഠിക്കണം, തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കണം. എത്രത്തോളം മനഃപ്പാഠമാക്കാൻ കഴിയുമോ അത്രയും മനഃപ്പാഠമാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ എന്തിനുള്ളതാണ്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചായ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബ്, ഈ വേദഗ്രന്ഥം ഖുർആന്റെ ഖുർആൻ. അൻസൽനാഹു ഇലൈക, നബിയോട് അല്ലാഹു പറയണേ, ഇത് നിനക്ക് ഞാൻ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ലിയദബ്ബറു ആയാതിഹി, ഇതിന്റെ ആയത്തുകൾ ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ നന്നായി ആലോചിക്കണം. എങ്ങനെ ഈ ഖുർആൻ ആലോചിക്കാം? ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അത് കേവലം വായിച്ചുകൊണ്ട് നമുക്ക് വല്ല ആലോചനയും വരുമോ? നമ്മളൊരു സാധനം വായിച്ചു, അർത്ഥമൊന്നും അറിയില്ല, നമുക്ക് വല്ല ആലോചനയും വരുമോ? വല്ല ചിന്തയും വരുമോ? വരൂല, തീർച്ചയായും വരൂല. അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയാലും നമുക്ക് കൂലിയുണ്ട് എന്നത് വേറെ കാര്യം. അത് ഖുർആന്റെ പ്രത്യേകത, ഖുർആന്റെ മാത്രം പ്രത്യേകത. ഒരർത്ഥം അറിയാത്ത ആൾ തപ്പിത്തടഞ്ഞ് ഖുർആൻ ഓതിയാലും അയാൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഒരക്ഷരത്തിന് 10 കൂലിയുണ്ട്. അത് ഖുർആന്റെ പ്രത്യേകത. എന്നാൽ അതിന് മാത്രമുള്ളതല്ല ഈ കിതാബ്. അല്ലാഹു ചോദിക്കുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. കുറേ സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ഖമറിൽ. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, ആവർത്തിച്ച് അല്ലാഹു ചോദിക്കുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ഖുർആനിനെ ചിന്തിക്കാനും പഠിക്കാനും നാം എളുപ്പമാക്കിയിട്ടുണ്ട്. അല്ലാഹു എളുപ്പമാക്കാനല്ല, പക്ഷേ ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പൊ നമ്മളോടാ ചോദിക്കുന്നു. അല്ലാഹ് അവൻ ചെയ്യേണ്ട പണി അല്ലാഹു ചെയ്തിട്ടുണ്ട്. കിതാബ് ഇറക്കി, ആർക്കും തിരിയാത്തൊരു കടിച്ചാൽപ്പെട്ടാത്ത ഗ്രന്ഥമല്ല ഇറക്കിയത്. എളുപ്പമാണ്, പഠിക്കാൻ ഒരുങ്ങിയ എളുപ്പമാണ്. അങ്ങനെ പഠിക്കാനും ചിന്തിക്കാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ടോ എന്നാണല്ലോ ചോദിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരെന്താ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? എന്താ ഈ ജനങ്ങൾക്ക് പറ്റിപ്പോയത്? എന്താ ജനങ്ങൾ ഖുർആൻ ചിന്തിക്കാത്തത്? അവരുടെ കൽബുകളിൽ ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ ചോദ്യം. ഇനി ഒന്നോട് കയറൂലേ, ഇനി ഒന്നോട് കിടക്കൂലേ? അതാണ് ചോദ്യം. ഇതൊക്കെ നമ്മളോടാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ലോക്കിട്ട് നിർത്താനാണ് ഇബ്ലീസ് ശ്രമിക്കുക. നമ്മളോട് പറയും, പഠിക്കണ്ട, അത് നിനക്കൊന്നും മനസ്സിലാവില്ല, മൊയ്ലിയാർ പറയണ കേട്ടാൽ മതി, നീയൊന്നും പഠിക്കണ്ട, നിനക്കൊന്നും ചിന്തിച്ചാൽ തിരിയൂല, നീയൊന്നും തൊടേണ്ട കിതാബല്ല, അതിങ്ങനെ ആർക്കും കിട്ടാത്ത സ്ഥലത്ത് ഉയരത്ത് വെക്കേണ്ട സാധനം, അത് മൊയ്ലിയാരിനെ മരിച്ചാൽ നിൽക്കേണ്ട ഒരു ബോധന്റെ ഒരു സാധനം, വേറൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയും. അതല്ല, ഇതുമായി സമീപിച്ചവർക്കൊക്കെ ഇതൊരു സമുദ്രമാണ്, വലിയ ആഴാണ്, ഇതിൽ മുങ്ങിയിട്ട് തീരൂല. ഈ ഗ്രന്ഥം പഠിച്ചാൽ അവസാനിക്കൂല, ഒരിക്കലും അവസാനിക്കൂല. അത്രയും വലിയ ആശയങ്ങളാണ് ഈ ഗ്രന്ഥത്തിനുള്ളത്. ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളും മഷിയായി മാറിയാലും, ലോകത്തുള്ള എല്ലാ തോട്ടങ്ങളിലെയും ചെടികളും മരങ്ങളും പേനകളായി മാറി, ആ പേന കൊണ്ട് ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളിലെയും വെള്ളം മഷിയായി മാറിയിട്ട് ഒരാൾ എഴുതാൻ നിന്നാൽ അള്ളാന്റെ കലിമത്തിന്റെ രഹസ്യങ്ങൾ എഴുതി തീരൂല. അത്രത്തോളം ഇതിലാണ് ഈ ഗ്രന്ഥം. ആ ഗ്രന്ഥം അത് പഠിക്കാൻ, അതിന്റെ ആശയം ഗ്രഹിക്കാൻ നമുക്ക് തയ്യാറാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമുണ്ട്. ചിന്തിക്കാൻ നമുക്ക് കഴിയും. ചിന്തിക്കണമെങ്കിൽ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാകണം. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് തന്നാൽ, അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ഒരു എഴുത്ത് കൊണ്ടുവന്നു, ഞാനത് വായിച്ചു നോക്കി, എനിക്ക് മലായി അറിയില്ല. ഉദാഹരണം പറയാം, ഒരാളോട് ഒരു കടലാസ്, നിങ്ങൾക്കൊക്കെ ഒരു കടലാസ് വന്നു, എൻ്റെ കയ്യിൽ ഒരു കടലാസ് വന്നു, എല്ലാം ഒന്ന് തന്നെ എഴുതിയിട്ടുള്ളത് മലായി ഭാഷയിൽ. ഞാനിങ്ങനെ വായിച്ചു നോക്കി, ഇങ്ങനെ വായിച്ചു നോക്കി, തപ്പിത്തപ്പിലേക്ക് വായിച്ചു നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചു. നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് എല്ലാവരും എഴുതിയിട്ട് ഓടുന്നു. എന്താ? ഒന്നാള് പറയുന്നത് എന്താണ്?
അതേ ഒരു ശക്തമായ ഒരു ജന്തു, ഒരു മൃഗം നിങ്ങളൊക്കെയുള്ള പാഞ്ഞെടുക്കുന്നുണ്ട്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായപ്പോൾ നിങ്ങൾ എണീറ്റ് ഓടി പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ഏതായി ജന്തു, എന്താ പ്രശ്നം എന്നറിയാൻ. ഞാൻ ഒന്നും നോക്കിയില്ല, ചുരുക്കി അവിടെ വെച്ച്. എനിക്ക് എന്റെ മൈൻഡിലൊന്നും തോന്നിയില്ല. എനിക്കതുപോലെ എന്തെങ്കിലും വായിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പായിരുന്നു. എന്താ അവിടെ പ്രശ്നം? ഞാനും നിങ്ങളും വായിച്ചത് ഒരേ നോട്ടീസ്, ഒരേ അക്ഷരങ്ങളായി എന്റെ കണ്ണുകൊണ്ടും നിങ്ങളുടെ കണ്ണുകൊണ്ടും കണ്ടത്. പക്ഷെ ഒരു വ്യത്യാസം, ഞാൻ ഇതിന്റെ അക്ഷരം മാത്രമേ വായിച്ചുള്ളൂ, എനിക്ക് തിരിഞ്ഞില്ല. നിങ്ങൾക്ക് അതിൽ എന്താ പറഞ്ഞതെന്ന് തിരിഞ്ഞു. ഖുർആനിന്റെ പ്രത്യേകത, അർത്ഥറിയാതെ ഓതിയാൽ നമ്മളെ മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ പള്ളിയിലെ ഏറ്റവും സ്വഫിന്റെ പിന്നിലേക്ക് മുന്നിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് ചീനച്ചട്ടിയിൽ ഒഴിച്ച എണ്ണ തിളക്കുന്നത് പോലെയുള്ള ഒരു തിളക്കൽ ഞങ്ങൾ കേട്ടിരുന്നു സഹാബിമാർ പറയുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു തആല ബോധം കെട്ട് പോയിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ അവർ കരഞ്ഞിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. നമുക്ക് ഖുർആനിലെ ഏത് ആയത്ത് കേട്ടാലും ഒരുപോലെ. സ്വർഗത്തെ പറ്റി കേട്ടാലും ഒരു സന്തോഷം തോന്നുന്നില്ല, കാരണം നമുക്ക് തിരിഞ്ഞില്ല. നരകത്തിന്റെ ശിക്ഷ പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നില്ല, പേടി തോന്നുന്നില്ല. എന്താ കാരണം? നമുക്ക് തിരിഞ്ഞിട്ടില്ല. എന്താ പറയുന്നത്? ഇങ്ങനെ പോരാ. നമ്മളാരും നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ പോയാൽ പോരാ. നമ്മൾ പഠിക്കണം. ഖുർആനിലുള്ള ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരുവോളം ഓതാനാ പറയുന്നത്. മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓതരുത്. മടുപ്പ് വന്നാൽ പിന്നെ ഇബ്ലീസ് അവിടെ വർക്ക് ചെയ്യും. ശരിക്കും മടുപ്പ് വരുവോളം ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയോടെ ചിന്തയോടെ ഓതണം. അല്ലാഹു എന്നോട് സംസാരിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് തുറക്കണം. ആലസ്യവും ഉറക്കം തൂക്കലും നാം ഖുർആൻ അടച്ചു വെക്കണം. കാരണം ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഓടേണ്ടതല്ല ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം മൈൻഡ് നന്നായി വർക്ക് ചെയ്യുമ്പോൾ മാത്രം പോകേണ്ട ഗ്രന്ഥം, ചിന്തിക്കാനുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആളുകൾ മാറിയത്. ആ ചിന്തയുണ്ടാവണം. അതിന് നമുക്ക് ഏറ്റവും പറ്റിയത് എന്താണ്? ഇതിന്റെ അർത്ഥം പഠിക്കണം. അർത്ഥം മനസ്സിലായാലേ ചിന്ത വരും. എന്താണ് പറഞ്ഞത്? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഏത് പ്രതിസന്ധികളിലും ആ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും ആ ഖുർആൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ആവശ്യമായ ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ഹദീസ്. അവിടുത്തെ ജീവിതം പരമപരിശുദ്ധമാണ്. അവിടുന്ന് പൂർണ്ണമായും മാതൃകായോഗ്യനാണ്. ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത നേതാവാണ്. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ സത്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ജനങ്ങളോടുള്ള ബന്ധങ്ങളിൽ, എല്ലാ ബന്ധങ്ങളിലും ആ സ്വഭാവം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, എല്ലാ നബിമാരും ഒന്ന് ആദ്യം ജനങ്ങളോട് പറഞ്ഞതെന്താണ്? എല്ലാ നബിമാരും ഒന്ന് ആദ്യം തന്നെ ജനങ്ങളോട് കണ്ടുപിടിക്കരുത് എന്നല്ല പറയുന്നത്. എല്ലാവരും ആദ്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കരുത്. കാരണം ശിർക്ക് ചെയ്തു പോയാൽ പിന്നെ ഒന്നുകൊണ്ടും കാര്യമില്ല. ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും നന്നാവേണ്ടത് ഏതാണ്? അതിന്റെ ഫൗണ്ടേഷൻ. ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ നല്ല ഭദ്രായിരിക്കണം. ഫൗണ്ടേഷൻ ഭദ്രമല്ലാതെ വെറുതെ നിലത്തുനിന്ന് കല്ലും വെച്ചോ കെട്ടിക്കൊടുത്ത് നല്ല ഭംഗിയുള്ള ജനലും നല്ല ഭംഗിയുള്ള ചുമരും ഫാൻ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്താൽ ഒരു കാറ്റടിച്ചാൽ ബിൽഡിംഗ് അത് അപ്പുറത്ത് നിലം വരും. നേരെ മറിച്ച് ഫൗണ്ടേഷൻ ഭദ്രമാവണം. നമ്മുടെ പ്രവൃത്തികളിൽ ഏറ്റവും ഭദ്രമാകേണ്ടത് ഫൗണ്ടേഷനാണ്. എന്താണ് ഫൗണ്ടേഷൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിനോടല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്. അള്ളാഹിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യരുത്. അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ മൃഗങ്ങളെയോ കോഴിയെയോ ഒഴിഞ്ഞിടരുത്, ബലിയർപ്പിക്കരുത്. അള്ളാഹിന്റെ പേരിലല്ലാതെ അവന്റെ പരിശുദ്ധ കഅബയെ മാത്രമല്ലാതെ തവാഫ് ചെയ്യരുത്. ഖബർ കെട്ടിപ്പടുക്കരുത്, ഉമ്മായം ഇടരുത്, അതിന്മേൽ പൂവിതറരുത്. അതിന്മേൽ ഒരു രൂപത്തിലുള്ള അനാചാരങ്ങളും ചെയ്യാതെ ഇസ്ലാമികമായ രൂപത്തിൽ നമ്മുടെ തവക്കുൽ, അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാം തടയുന്നവൻ. വീടെടുക്കുമ്പോൾ ആ വീടെടുക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള സ്വഭാവങ്ങൾ പലരും പ്രവർത്തിക്കുന്നു. ഇരുമ്പിന്റെ പൊടികൾ കൊണ്ടുപോയി ഫൗണ്ടേഷനിൽ വെക്കുന്ന ആളുകൾ വീടിന്റെ ഭദ്രതയ്ക്ക് ഇത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. വേറെ ചില നാടുകളിൽ തറക്കല്ല് പണിയെടുത്ത് ആ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞ് കട്ടില വെക്കുമ്പോൾ കട്ടിലക്കടിയിൽ സ്വർണം വെക്കുന്ന ആളുകളുണ്ട്. അന്ധവിശ്വാസമാണ്. നമുക്ക് എല്ലാ ഹൈറും തരുന്ന ഈ ഇരുമ്പ് തരികളോ ഈ സ്വർണ്ണ തരികളോ അല്ല, അള്ളയാണ് എല്ലാം തരുന്നത്.
നമ്മുടെ ഒന്നും തീരുമാനിക്കുന്നത് മറ്റാരെങ്കിലുമല്ല, അള്ളയാണ്. നീ കൊടുത്തത് തടയുന്ന ഒരാളില്ല, നീ തടഞ്ഞത് കൊടുക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. അള്ള വിധിച്ചതല്ലാതെ ഒന്നും സംഭവിക്കൂല എന്ന ദൃഢമായ ബോധം ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് അതുണ്ടാകും. അല്ലാത്തവർ ഭയപ്പെടും, അല്ലാത്തവർ ഏറ്റവും കൂടുതൽ പിന്തിരിഞ്ഞോടും. നമ്മൾ മനസ്സിലാക്കണം, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ എന്നത് നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്. മനസ്സിലാക്കണം. ബദർ യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മടങ്ങിപ്പോരുമ്പോൾ പിന്നെയും അതുപോലെ തന്നെ വഹദിന്റെയും അതുപോലെയുള്ള ഒട്ടേറെ യുദ്ധങ്ങളുടെ ക്ഷീണങ്ങളിലൊക്കെ ശേഷം പിന്നെയും പല വെല്ലുവിളികളും ഉണ്ടായപ്പോൾ ചാലഞ്ചുകളും ഉണ്ടായപ്പോൾ നബിയോ സഹാബത്തോ പതറിയിട്ടില്ല. അതുകൊണ്ട് സത്യത്തിന്റെ വെളിച്ചം നമ്മുടെ നാട്ടിൽ എത്തിക്കണം, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് നമ്മൾ എല്ലാ രൂപത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തണം. നമുക്ക് ആവശ്യം അതിന് വേണ്ട ആദ്യം നമുക്ക് ആദ്യം പറയാനുള്ള ഇൽമു വേണം, നമുക്കതിനുള്ള ഇൽമു വേണം. ഒരാൾ ഒരു കാര്യത്തിലേക്ക് വഴി കാണിക്കണമെങ്കിൽ എനിക്ക് വഴിയറിയണം. ഇവിടെ നിന്ന് കലാലൂരിലേക്കുള്ള റൂട്ട് ഏതെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ, സിംഗപ്പൂരിലേക്കുള്ള റൂട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ, ആ വഴി എനിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് ആ വഴിയെ പറ്റി ബോധം വേണം. എന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും. കാരണം എനിക്ക് ഇവിടെ കലാലൂരിലേക്കുള്ള റൂട്ട്, അത് ഉൾത്രാമിലേക്കുള്ള ഏതാണ് വഴി എനിക്കറിയില്ല. ഇവിടുത്തെ ഒരാൾക്ക് വഴി അറിയുന്ന ഒരാൾക്ക് കൂടെ വഴികളും എല്ലാ വഴികളും പറഞ്ഞു കൊടുത്താൽ എളുപ്പ വഴികൾ പറയാൻ സാധിക്കും. അയാൾക്ക് ആ വഴി അറിയാം. വഴി അറിയുന്നവനെ വഴി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ട് വഴി പഠിക്കണം. നമ്മൾ അല്ലാഹുവോട് തേടുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിൽ നീ ഞങ്ങളെ നയിക്കണമേ. അത് അല്ലാഹുവോട് വെറുതെ തേടിയിട്ട് മാത്രം കാര്യമില്ല. അല്ലാഹുവോട് ഒരാൾ സന്താനത്തെ തന്നെ എന്ന് ദുആ ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നില്ലെങ്കിലോ ഒരു കാര്യമില്ല. അല്ലാഹുവേ റിസ്ക് തരണേ എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ മറന്നു കിടന്ന് ഉറങ്ങണം. റിസ്ക് വായിലേക്ക് ഇങ്ങനെ വരില്ല, അയാൾ പണിയെടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അല്ലാഹുവേ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയാൻ മാത്രമല്ല, നമ്മൾ ഹിദായത്തിന്റെ വഴികൾ തുറക്കണം. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പണിയെടുക്കണം. നമ്മുടെ ബാധ്യതയാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ഇല്ലല്ലദീന ആമനൂ, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഒന്ന് ആമനു, വിശ്വാസം ശരിയാവണം. വിശ്വാസം ശരിയായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഞാൻ എന്റെ വിശ്വാസത്തെ ശരിയാണെന്ന് പറഞ്ഞ് എണ്ണാൻ പറ്റുമോ? പോരാ. അമിർസ്വാലിഹാറ്റി, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം. സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞെണ്ണാൻ പോരാ. സത്യവിശ്വാസിക്ക് അനുസരിച്ച പ്രവർത്തനങ്ങളൊക്കെ വേണം. ആ പ്രവർത്തനങ്ങളെ ഉണ്ടാകാവൂ. അതുകൊണ്ട് മാത്രം കാര്യമായോ? ഞാൻ നല്ലവനായി ഞാൻ നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടൂ? ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ പറയുന്നത്? മനസ്സിലാക്കിയ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരും ഒഴികെ രക്ഷപ്പെടണമെങ്കിൽ അതും വേണം. നമ്മൾ മനസ്സിലാക്കിയ ഞാൻ അങ്ങനെ മനസ്സിലാച്ചാൽ പോരാ. ഞാൻ നന്നായിട്ട് നടന്നാൽ മതി. എന്തിനാ ഒരാളോട് പറഞ്ഞിട്ട് അയാളെ സമ്പാദിക്കണം? ഇതുവരെ അയാളെ കാണുമ്പോൾ ചിരിക്കലുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ അയാൾ നാളെ മുതൽ എന്നോട് വെറുപ്പാവും, പിന്നെ എന്നോട് ദേഷ്യമാവും, പിന്നെ എൻ്റെ കടയിൽ വരില്ല, അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടാൽ കൊണ്ടുവില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിലുള്ള സ്ഥാനം പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ മനസ്സിലാക്കിയ ഒരാളോടും പറയാതെ, അവനാൻ്റെ ഭാര്യയോട് പോലും പറയാതെ പേടിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ അതനുസരിച്ച് ഞാൻ അങ്ങനെ ഉണ്ടാകണം, അങ്ങനെ കാലാകാലം ജീവിച്ചാലും അയാളുടെ കുറ്റത്തിൽ നിന്ന് ഒഴിവാവില്ല. മനസ്സിലാക്കിയ സത്യം അറിയാത്ത ആളുകൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തീർന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നടന്നാലും മാത്രം പോരാ. അങ്ങനെ സത്യം പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും. നബിമാരൊന്നും അവരുടെ നാട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മദീനത്താണ്. അവിടുന്ന് ജനിച്ചത് മക്കയിലാണ്. എന്തിനാണ് മക്ക വിട്ട് മദീനത്തോട് പോണ്ടി വന്നത്? ഇഷ്ടണ്ടായിട്ട് പോയതല്ല, മക്കയോട് വെറുത്തിട്ട് പോയതാ. എന്തിനാ മക്കയിൽ നിന്ന് പോയത്? മക്കയിൽ നിന്ന് മുഹാജിറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട്, ബോർഡറിൽ നിന്നുകൊണ്ട് മക്ക രാജ്യത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മക്ക, ഈ മക്ക രാജ്യമേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണാണ് നീ. നിന്നെ വിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നിന്റെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട്ടിൽ പോകില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാട് വിട്ട് പോകേണ്ടി വന്നു. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് ഹിജ്റ പോകുന്നു. എന്തിനവരൊക്കെ പോയി? സത്യം അവരവരുടെ മനസ്സിൽ ഇങ്ങനെ വെക്കാനുള്ളതാണെങ്കിൽ നമ്മളെ നബി മക്കത്തുനിന്ന് പോകേണ്ടിയിരുന്നില്ല. ഇബ്രാഹിം നബിനെ തീയിലിടില്ല. സക്കരിയ നബി ഈർച്ചവാട് കൊണ്ട് ഈർന്നു മുറിച്ച് 2 പൊടി
പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയ സത്യം ഉള്ളിൽ വെച്ച് നടന്നില്ല. പുറത്തേക്ക് പറഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് വെറുപ്പുണ്ടായി. കൊന്നു, പീഡിപ്പിച്ചു, കല്ലെറിഞ്ഞു, ദ്രോഹിച്ചു, ചീത്ത വിളിച്ചു, തെറി വിളിച്ചു, പരിഹസിച്ചു, വീട്ടിൽ പുറത്താക്കി, നാട്ടിൽ പുറത്താക്കി. അവിടെ എന്ത് വേണം? അതൊക്കെ ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ അവിടേക്ക് എന്ത് വേണം? സബർ വേണം, ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കാൻ കഴിയാത്തവൻ രക്ഷപ്പെടില്ല. അതാണ് നാലാമത്തെ ഗുണം. സഹിക്കാൻ കഴിയണം, സഹിക്കാൻ ഉപദേശിക്കാൻ കഴിയണം. ഇത് നാലും ഇല്ലെങ്കിൽ ഞാനോ നിങ്ങളോ രക്ഷപ്പെടൂല എന്ന് അള്ളാഹു പറയുന്നു. ഏതാ നാലെണ്ണം? ഈമാൻ, സൽക്കർമ്മങ്ങൾ, മനസ്സിലാക്കിയ സത്യത്തെ ഉപദേശിക്കൽ, ആ മാർഗത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ പേടിച്ചു മാളത്തിൽ ഒളിക്കാതെ സ്വബറോടുകൂടി ധീരമായി നേരിടൽ. ഇത് നാലും ഉള്ളവനൊഴികെ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. വൽ അസ്ർ എന്നുള്ള പറയും. നമ്മളെല്ലാവരും പഠിക്കണം, നമ്മുടെ മനസ്സിൽ നിന്നാണ്. എനിക്ക് എന്നോടെന്ന പോലെ, നിങ്ങളോടെന്ന പോലെ എന്നോടും എനിക്ക് പറയാനുള്ളതാണ്. മരണം വരെ പഠനത്തിന് പ്രായമില്ല, പഠനത്തിന് പ്രായമില്ല. അവസാന ശ്വാസം വരെയും നമുക്ക് പഠനമാണ്, ചിന്തയാണ്, പഠിച്ചതനുസരിച്ച് ജീവിക്കലാണ്. സഹായം നൽകുന്നത് അള്ളാഹുവാണ്. അവനിൽ തവക്കുലാകുന്നു, അടച്ചവന്റെ സഹായം ഉണ്ടാകും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹിന്റെ ദീനെ സഹായിക്കുകയാണെങ്കിൽ, യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കുന്നു. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ആ വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഈ ഖുർആനിനെ നമ്മുടെ ഏറ്റവും വലിയ ഗ്രന്ഥമായി കാണണം. ഈ പവിത്രമായ ഈ ഒരു കൊച്ചു ലൈബ്രറി, ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൽ ഒരു അല്പസമയമെങ്കിലും സമയം കിട്ടിയാൽ ഇവിടെ വരണം. ഈ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടണം. ഖുർആനാണ്, ഹദീസുകളാണ്, ചരിത്രമാണ്, സ്വഹാബത്തിന്റെ ചരിത്രമാണ്. വായിച്ച് പഠിച്ച് വീര്യം ഉൾക്കൊണ്ട്, ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, കരുത്തുള്ള ചാർജുള്ള ബാറ്ററി പോലെ, ചാർജില്ലാത്ത ബാറ്ററി കാഴ്ചയിൽ ഒന്ന് തന്നെ, ചാർജുള്ള ബാറ്ററി ടോർച്ചിലിട്ടാലേ കത്തുകയുള്ളൂ. കത്തുന്ന ഈമാനുള്ള, ശോഭിക്കുന്ന കൽവിന്റെ ആളുകളാവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാകണം. സർവശക്തനോട് തേടുക, തേടിയാൽ പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹൃദയത്തിന്റെ വെളിച്ചം നൽകുക.